പവിത്ര പുരാണങ്ങളുടെ രഹസ്യം. പുരാണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ബ്രഹ്മപുരാണം, വിഷ്ണു പുരാണം, ശിവപുരാണം. ബ്രഹ്മിന്റെ കളി ആരംഭിക്കുന്നു. ഇതിനെ ആദ്യത്തെ അവ്യക്തമായ ഗീത അധ്യായം 7 ശ്ലോകം 25 പറയുന്നുണ്ട്. ഗീത അധ്യായം 11 ശ്ലോകം 32 പറയുന്നു, ഞാൻ കാലനാണ്. ഇതിനെ ക്ഷരപുരുഷനെന്നും ജ്യോതി നിരഞ്ജനെന്നും വിളിക്കുന്നു. ഇത് തന്നെയാണ് സദാശിവ കാലരൂപി ബ്രഹ്മ. ഇത് ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മലോകം നിർമ്മിച്ച് അതിന് മുകളിൽ വസിക്കുന്നു. ഇതിനെ മഹാവിഷ്ണു, മഹാബ്രഹ്മാവ്, മഹാശിവ എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സഞ്ജറാം പാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 265. ആ സ്ഥലത്തെ കാശി എന്നും പറയുന്നു. അതിൽ രജോ ഗുണപ്രധാനം, സദ്ഗുണപ്രധാനം, തമോ ഗുണപ്രധാനം എന്നീ 3 സ്ഥാനങ്ങൾ ഉണ്ടാക്കി. തന്റെ പത്നി ദുർഗാലക്ഷ്മി, അതായത് മഹാലക്ഷ്മിയോടൊപ്പം 3 പുത്രന്മാരോടും രജോ ഗുണ ശ്രീ ബ്രഹ്മാവ്, സദ്ഗുണ ശ്രീ വിഷ്ണു, തമോ ഗുണ ശ്രീ ശിവനോടൊപ്പം ഉൽപ്പത്തി നടത്തി ചൈതന്യരഹിതമാക്കി. അജേതാവസ്ഥയിലാണ് ഇത് ആരംഭിക്കുന്നത്. യുവാവായപ്പോൾ ശ്രീ ബ്രഹ്മാവിന് താമര കൊടുത്തു, ശ്രീ വിഷ്ണുവിന് ശേഷനാഗവും, ശ്രീ ശിവന് കൈലാസ പർവ്വതവും നൽകി ചൈതന്യമുള്ളവരാക്കി. ഈ 3 ഭഗവാന്മാർക്കും സ്വയം അറിവില്ല തങ്ങളുടെ ഉൽപ്പത്തി കർത്താക്കൾ ആരെന്ന്. കാലരൂപി ബ്രഹ്മാണ് വിഷ്ണു രൂപമെടുത്ത് തന്റെ നാഭിയിൽ നിന്ന് താമര ഉണ്ടാക്കി അതിൽ ബ്രഹ്മാവിനെ വെച്ചിട്ട് ബോധം നൽകി, അതായത് ചൈതന്യം നൽകി. ഈ ഭഗവാന് എപ്പോൾ വേണമെങ്കിലും ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും രൂപം ധരിക്കുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യാൻ കഴിയും. ഈ കാലൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടാറില്ല. ശ്രീമദ് ഭഗവത് ഗീതോപദേശ സമയത്ത് ഈ കാലഭഗവാനെ കാണാം. ഗീതാ അധ്യായം 10 11 തെളിവുണ്ട്. ഗീതാ അധ്യായം 11 ശ്ലോകം 47-48 പറയുന്നു, അർജുന, എന്റെ യഥാർത്ഥ കാലരൂപം നീയല്ലാതെ ഇതിനു മുൻപ് മറ്റാരും കണ്ടിട്ടില്ല. ബ്രഹ്മമായി എനിക്ക് 1000 കൈകളും കണ്ണുകളുമുള്ള കാലരൂപത്തെ വേദത്തിൽ വർണ്ണിക്കുന്നതിനനുസരിച്ച് യജ്ഞം ഓം എന്ന മന്ത്രം ജപിക്കുന്നത് കൊണ്ടോ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഋഷിമുനിമാർ വേദത്തിൽ ഓം നാമോച്ചാരണത്തിൽ ഈശ്വരപ്രാപ്തിക്കായി യജ്ഞം, ഓം നാമജപം മുതലായ കഠിന പൂജകൾ ചെയ്തു. പക്ഷേ ബ്രഹ്മദർശനം കിട്ടിയില്ല. ചിലർക്ക് താമര ദർശനമുണ്ടായി, ചിലർ ശരീരത്തിലെ ജ്യോതി ദർശിച്ചു, ചിലർ ശബ്ദം കേട്ടു. ഇതൊക്കെ കാലബ്രഹ്മത്തിന്റെ ചതിയാണ്. ചിലരൊക്കെ 1000 താമരയുടെ 1000 ജ്യോതിയുടെ പ്രകാശം കണ്ടിട്ട് ഇത് ഈശ്വരപ്രാപ്തിയായി കരുതുന്നു. എങ്ങനെയെന്നാൽ ഒരേ സ്ഥലത്ത് ഒരേ നിറത്തിലുള്ള 1000 ബൾബുകൾ ചേർന്ന് വൃത്താകൃതിയിൽ കത്തുന്നത് പോലെ ദൂരെ നിന്ന് നോക്കുന്നയാൾക്ക് പ്രകാശത്തിന്റെ ഒരു സമൂഹമാണെന്ന് തോന്നും. വളരെ അടുത്ത് വരുമ്പോൾ മനസ്സിലാകും ഇത് ചെറിയ ചെറിയ ബൾബുകളുടെ പ്രകാശമാണെന്ന്. ഇതുപോലെ ചിലർ ഭക്തർ ഹഠയോഗം നടത്തി ചില വെടിക്കെട്ടുകൾ കാണുന്നതിനെ ഈശ്വരപ്രാപ്തിയായി കരുതുന്നു. അങ്ങനെ ആ കാലവലയം ആനന്ദമാക്കി കരുതി തന്റെ വിലപിടിച്ച ജീവിതം നഷ്ടപ്പെടുത്തുന്നു. വേദങ്ങളിൽ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്, പരമേശ്വർ ശരീരത്തോട് കൂടിയതാണ്. യജുർവേദം അധ്യായം 1 മന്ത്രം 15 അധ്യായം 5 മന്ത്രം 1 തെളിവായി സ്വീകരിക്കാം. അഗ്നേ തനുർ അസി വിഷ്ണവേ ത്വാ സൗമസ്യ തനുർ അസി. ശബ്ദാർത്ഥം, ഭഗവാന് ശരീരമുണ്ട്. എല്ലാവരെയും പരിപാലിക്കുന്ന ആ സർവശക്തനായ സത്പുരുഷന് ശരീരമുണ്ട്, അതായത് ആകാരരൂപിയാണ്. അതുകൊണ്ട് ഋഷിമാർ ഭഗവത് ദർശനത്തിനായി കഠിന പൂജകൾ ചെയ്തു. എന്നാൽ വേദങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് പോലെ ഭഗവത് ദർശനം ഉണ്ടാകില്ല. അതിനാൽ ഇന്ന് വരെ എല്ലാ ഭക്തരും ഋഷിമാരും ഒക്കെ അവരവരുടെ അനുഭവങ്ങളെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വേദജ്ഞാന വിരുദ്ധമാണ്. ഇപ്പോൾ സർവഭക്തരും പവിത്ര വേദത്തിന്റെ സ്ഥലത്ത് മറ്റ് ഋഷിമാരുടെയും സന്തമാരുടെയും അനുഭവ പുസ്തകങ്ങളാണ് ആധാരമായി സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സഞ്ജറാം പാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 266. പവിത്ര വേദങ്ങളിലും ശ്രീമദ് ഭഗവത്ഗീതയിലും ഗീതോപദേഷ്ടാവ് പറയുന്ന 3 ഗുണങ്ങൾ: രജോ ഗുണം ബ്രഹ്മാവ്, സദ്ഗുണം വിഷ്ണു, തമോ ഗുണം ശിവൻ ഇഷ്ടദേവ പൂജയായി സ്വീകരിക്കാൻ യോഗ്യമല്ല. എന്തെന്നാൽ ഇവർ നാശോന്മുഖന്മാരാണ്. കർമ്മഫലം അതുപോലെ നൽകുന്നു. പാപത്തെ നശിപ്പിക്കാൻ കഴിവില്ല. ഇവരെ ഭജിക്കുന്ന ഭക്തർക്ക് പ്രാരാബ്ധങ്ങളിൽ എഴുതിയിരിക്കുന്ന കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു. ഈ 3 ഭഗവാന്മാരെയും ഭജിക്കുന്നത് കൊണ്ട് അല്പസമയത്തെ ലൗകിക സുഖം നൽകുന്നു. എന്നാൽ പൂർണ്ണ മോക്ഷം നൽകുവാൻ കഴിവില്ല. ഈ 3 ഭഗവാന്മാരിൽ നിന്നും ലഭിക്കുന്ന ക്ഷണികമായ സ്വഭാവമുള്ളവരായി മനുഷ്യരിൽ നീചരും ദുഷ്കർമ്മികളും മൂഢരായി തീരുന്നു. അവർ എന്നെയും പോലും കാലബ്രഹ്മത്തെ പോലും ഭജിക്കുന്നില്ല.
ഉദാഹരണം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 12 മുതൽ 15 വരെ. എന്തെന്നാൽ ബ്രഹ്മഭക്തർ വളരെ നാൾ ബ്രഹ്മലോകത്തിലെ മഹാസ്വർഗത്തിൽ തന്റെ പുണ്യഫലം അനുഭവിച്ച് വസിക്കുന്നു. അതിനാൽ കാലഭഗവാൻ പറയുന്നു, ഈ 3 പേര് നൽകുന്നതിലും ശ്രേഷ്ഠമായ ഫലം എനിക്ക് നൽകാൻ കഴിയും. എന്നാൽ ബ്രഹ്മലോകവും അതായത് കാലനും നാശമുള്ളതാണ്, ബ്രഹ്മം നാശമുള്ളതാണ്. ഗീത അധ്യായം 8 ശ്ലോകം 16 പറയുന്നു, ബ്രഹ്മലോകം വരെയുള്ള സർവ്വലോകവും നാശമുള്ളതാണ്, അതായത് നശിക്കും. ഗീത അധ്യായം 2 ശ്ലോകം 12, അധ്യായം 4 ശ്ലോകം 5 ഗീതോപദേഷ്ടാവ് ബ്രഹ്മ പറയുന്നു, എനിക്ക് ജനനവും മരണവും ഉണ്ട്, അതായത് നാശമുണ്ടാകും. അതുകൊണ്ട് ഗീത അധ്യായം 7 ശ്ലോകം 18 പറയുന്നു, ആർക്കാണോ 4 വിധത്തിലുമുള്ള എന്റെ അതായത് ബ്രഹ്മിന്റെ ഭക്തർ അവർ ജ്ഞാനിയാണ്. അവൻ വേദജ്ഞാനം അനുസരിച്ച് അറിവ് നേടുന്നു. കേവലം ഒരു പൂർണ്ണ പരമാത്മാവിനെ മാത്രം ഇഷ്ടദേവനായി കണക്കാക്കുന്നു. ആരാണ് പാപങ്ങളെ നശിപ്പിക്കുന്നവൻ, മോക്ഷം നൽകുന്നവൻ? മനുഷ്യ ശരീരം പരമാത്മാ സാക്ഷാത്കാരത്തിനുള്ളതാണ്. അദ്ദേഹം വേദങ്ങളിൽ സ്വയം നിഷ്കർഷിച്ചിരിക്കുന്നു. ഓം അതാണ് ഒരേ ഒരു മന്ത്രം, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മന്ത്രം. ഈ ഓം മന്ത്രം ജപിച്ച് 1000 വർഷങ്ങൾ പൂജ കൊണ്ട് ശരീരത്തെ തൃണവൽക്കരിക്കാം. പക്ഷെ ഭഗത് ദർശനം കിട്ടില്ല. പിന്നെയോ ബാക്കിയുള്ള സുഖ ഐശ്വര്യങ്ങൾ ലഭിക്കും, ചില സിദ്ധികൾ ലഭിക്കും. അതിന്റെ ഫലമായി സ്വർഗം, മഹാസ്വർഗം എന്നീ ഉയർന്ന പദവികൾ ലഭിക്കും. പിന്നെ പൂജയുടെയും പുണ്യത്തിന്റെയും സമ്പാദ്യം തീരുമ്പോൾ വീണ്ടും ജന്മമൃത്യുവിന് പാത്രമായി തീരും. അതായത് 84 ലക്ഷം യോനികളിൽ കൂടിയുള്ള ഭയങ്കരമായ ജീവിതയാത്ര. കഷ്ടവും നരകവും കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. പവിത്രമായ യജുർവേദം അധ്യായം 40 മന്ത്രം 10 ഗീത അധ്യായം 4 മന്ത്രം 34 മുകളിൽ പറഞ്ഞ 2 ശാസ്ത്രങ്ങളിലെയും ഉപദേഷ്ടാവ് പറയുന്നു, ആ പൂർണ്ണ പരമാത്മാവിനെ എനിക്കറിയില്ല. ആ പരമേശ്വരന്റെ വിഷയത്തിൽ പൂർണ്ണമായ അറിവ് തത്വജ്ഞാനവും ആ പരമേശ്വരനെ സാക്ഷാത്കാരത്തിനുള്ള നിയമം അതാണ്. പൂർണ്ണ മോക്ഷപ്രാപ്തിയുടെ അറിവിനായി തത്വദർശിയായ സന്തിനെ സമീപിക്കണം. അദ്ദേഹം എങ്ങനെയുള്ള പൂജാവിധിയാണോ പറയുന്നത് അതുപോലെ ചെയ്യണം. അതിനുശേഷം ആ പരമേശ്വരനെ അന്വേഷിക്കണം. ആരാണോ ഭഗവാനെ അന്വേഷിച്ചിറങ്ങുന്നുവോ അവൻ പിന്നെ ഒരിക്കലും മടങ്ങി വരില്ല. അതായത് പൂർണ്ണ മോക്ഷം ലഭിച്ച് എന്നേക്കുമായി ജന്മമൃത്യുവിൽ നിന്നും 84 ലക്ഷം യോനികളിലൂടെയുള്ള നരകയാതനകളിൽ നിന്നും മോചിതനാകുന്നു. പൂർണ്ണ ശാന്തി ലഭിക്കുന്നു. അവിനാശി ലോകമായ സത്ലോകത്തെ പ്രാപിക്കുന്നു. ഉദാഹരണം ഗീത അധ്യായം 15 ശ്ലോകം 1 മുതൽ 4 വരെയും ഗീത അധ്യായം 18 ശ്ലോകം 62 ഋഗ്വേദ മണ്ഡൽ 1 സൂക്തം 24 മന്ത്രം 1-2. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ദ്രാംപാൽ ജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 267. തത്വദർശി സന്തിനെ ലഭിക്കാത്തതിനാൽ എല്ലാ ഋഷിമാരും വേദത്തിൽ പറയുന്നതനുസരിച്ച് പൂജകൾ ചെയ്ത് മഹാകഷ്ടങ്ങൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഗീത അധ്യായം 7 ശ്ലോകം 18 പറയുന്നു, ജ്ഞാനികളായ ആത്മാക്കൾ അവരാണ് പവിത്ര ആത്മാക്കൾ. എന്തെന്നാൽ ഈശ്വരപ്രാപ്തിക്കായി ശരീരവും മനസ്സും ധനവും കൊണ്ട് വേദവിധി പ്രകാരം പൂജകൾ ചെയ്യുന്നു. എന്നാൽ അവരും ഞാനാകുന്ന കാലബ്രഹ്മിന്റെ വളരെ കുറഞ്ഞ പൂജാഫല പ്രാപ്തി ലഭിക്കും. പക്ഷേ പൂർണ്ണ മോക്ഷം ലഭിക്കില്ല. ജന്മമൃത്യുവും പലവിധ പ്രാണികളിലൂടെയുള്ള ജനനമരണ ദുഃഖങ്ങളും കർമ്മഫലവും തീരില്ല. ജ്യോതി നിരഞ്ജൻ അതായത് കാലരൂപി ബ്രഹ്മ ശബ്ദം ചെയ്യുന്നു, ഞാൻ ഒരിക്കലും ആർക്കും എന്റെ യഥാർത്ഥ രൂപം ദർശനം നൽകില്ല. അതുകൊണ്ട് ഈ കാലരൂപി ബ്രഹ്മിന്റെ പുത്രനായ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരരുടെ രൂപത്തിൽ ദർശനം നൽകി പല കാര്യങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ വിചാരിക്കുന്നു ഇതെല്ലാം ഭഗവാൻ വിഷ്ണുവിന്റെ ലീലകളാണെന്ന്. ചിലപ്പോൾ പറയുന്നു ഇതൊക്കെ ബ്രഹ്മാവിന്റെ ലീലകളാണെന്ന്. സാധാരണക്കാരായ ആളുകൾ പറയും ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി അതായത് ജനനം ശ്രീ വിഷ്ണുവിന്റെ രൂപത്തിൽ കാലൻ തന്റെ നാഭിയിൽ നിന്നും താമര പ്രകടമാക്കിയിരിക്കുന്നു, പ്രത്യക്ഷമാക്കിയിരിക്കുന്നു. ബ്രഹ്മപുരാണത്തിൽ സൃഷ്ടിയുടെ വർണ്ണന എന്ന അധ്യായത്തിൽ ലോമഹർഷണ ഋഷി അദ്ദേഹത്തെ സൂതജി എന്നും പറയുന്നു. തന്റെ ഗുരുദേവനായ വ്യാസഹർഷിയിൽ നിന്നും കേട്ട അറിവ് പറയുന്നുണ്ട്. ശ്രീ വ്യാസ മഹർഷി ശ്രീ നാരദനിൽ നിന്നും കേട്ടു. ശ്രീ നാരദജി തന്റെ പിതാവായ ബ്രഹ്മാവിൽ നിന്നാണ് ഇതെല്ലാം കേട്ടത്. ശ്രീ ബ്രഹ്മാവിനും സ്വയം ജ്ഞാനമില്ല. എന്തെന്നാൽ ഞാൻ എവിടെ നിന്ന് ജനിച്ചു എന്ന കാര്യം. ദേവി മഹാപുരാണം 3-ാമത്തെ സ്കന്ധം. ഇതിന്റെ അർത്ഥം പുരാണങ്ങളിലെ അറിവ് തെറ്റാണെന്നല്ല. എപ്പോഴാണോ ബ്രഹ്മാവിന് ബോധം തെളിഞ്ഞുവോ അതിനുശേഷമുള്ള അറിവ് മാത്രം ഉള്ളൂ. ബോധം വരുന്നതിന് മുൻപുള്ള അറിവ് കേട്ടുകേൾവിയാണ്, ലോകകഥയാണ്.
പൂർണ്ണ പരമേശ്വർ ആദ്യത്തെ സത്യുഗത്തിൽ സൽസുഹൃത എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട് തത്വദർശിയായ സന്യാസിയുടെ രൂപത്തിൽ തത്വജ്ഞാനവും യഥാർത്ഥ സൃഷ്ടിരചനയുടെയും അറിവ് ബ്രഹ്മാവിനും മനുവിനും നൽകി. ഇവർ കേട്ടിട്ടും കേൾക്കാത്ത മട്ടിലിരുന്നു. അതിനുശേഷം ബ്രഹ്മാവിനോട് ബ്രഹ്മാവിന്റെ പരമ്പരയിൽപ്പെട്ടവർ ചോദിച്ചപ്പോൾ കേട്ടതും കേൾക്കാത്തതുമായ കാര്യങ്ങളിൽ പൊടിപ്പും തൊങ്ങലും വെച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പുരാണങ്ങളും പറയുന്നത് ശരിയല്ല. ചില പുരാണ കഥയിൽ വിഷ്ണുവിന്റെ ഉൽപ്പത്തി ബ്രഹ്മാവിൽ നിന്നെന്ന് പറയുന്നു. മറ്റു ചില പുരാണങ്ങൾ ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി വിഷ്ണുവിൽ നിന്നാണെന്ന് പറയുന്നു. ഇക്കാരണങ്ങളാൽ എല്ലാ ഋഷിമാർക്കും ബ്രഹ്മാവ്, വിഷ്ണു, ശിവന്മാരുടെ കാര്യത്തിൽ സംശയമാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 268. യഥാർത്ഥ അറിവ് നൽകുന്ന വിഷയം ശ്രീ ബ്രഹ്മാവും വിഷ്ണുവുമായുള്ള യുദ്ധം. ശ്രീ ശിവപുരാണം, വിദ്വേശ്വര സംഹിത, അധ്യായം 6. വിവർത്തനം ദീനദയാൽ ശർമ്മ. പ്രകാശക് രാമായണ പ്രസ്, മുംബൈ. പേജ് 67. സംപാദക് പണ്ഡിത് രാമലഗ്ന പാണ്ഡേയ. വിശാരദ് പ്രകാശക് സാവിത്ര ഠാക്കൂർ പ്രകാശൻ. രഥയാത്ര, വാരണാസി ബ്രാഞ്ച്, നാഡി ഇമലി, വാരണാസിയിലെ വിദ്വേശ്വര സംഹിത, അധ്യായം 6, പേജ് 54. ടിക്കാക്കർ ഗൈഡ് ഡോക്ടർ ബ്രഹ്മാനന്ദ് ത്രിപാഠി. സാഹിത്യ ആയുർവേദ ജ്യോതിഷ ആചാര്യ, MA PhD, DCA. പ്രകാശക് ചൗഖംബ. സംസ്കൃത പ്രതിഷ്ഠാൻ 38, UA, ജവഹർ നഗർ, ബംഗലാ റോഡ്, ദില്ലി. സംസ്കൃതത സഹിത ശിവപുരാണത്തിലെ വിദ്വേശ്വര സംഹിത, അധ്യായം 6, പേജ് 45. ശ്രീ ബ്രഹ്മാവ് ശ്രീ വിഷ്ണുവിന്റെ അടുക്കൽ വന്നു. ആ സമയത്ത് വിഷ്ണു ലക്ഷ്മിയോടൊപ്പം ശേഷശയ്യ ശേഷനാഗന്റെ കിടക്കയിൽ ഉറങ്ങുകയായിരുന്നു. ഒപ്പം അനുചരന്മാരും ഉണ്ടായിരുന്നു. ബ്രഹ്മാവ് വിഷ്ണുവിനോട് പറഞ്ഞു, മകനെ എഴുന്നേൽക്ക്, നോക്ക്, നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. വിഷ്ണു പറഞ്ഞു, ഇരിക്കൂ, ഞാൻ നിങ്ങളുടെ പിതാവാകുന്നു. നിങ്ങളുടെ മുഖം വളരെ കുടിലമായിരിക്കുന്നത് എന്തുകൊണ്ട്? ബ്രഹ്മാവ് പറഞ്ഞു, മകനെ, ഇപ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. മകനെ, ഞാൻ നിന്റെ സംരക്ഷകനാണ്, പക്ഷെ എല്ലാ ലോകത്തിന്റെയും പിതാവാകുന്നു. വിഷ്ണു പറഞ്ഞു, എടാ കള്ളാ, നിന്റെ വലിപ്പം എന്താണ് കാണിക്കുന്നത്? സർവ ജഗത് ലോകം മുഴുവനും എന്നിൽ വസിക്കുന്നു. നീ എന്റെ നാഭി കമലത്തിൽ നിന്നും ഉണ്ടായതാണ്. എന്നിട്ടാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? ഇത്രയും പറഞ്ഞ് രണ്ടുപേരും ആയുധമെടുത്ത് യുദ്ധം തുടങ്ങി. ഒരാൾ മറ്റൊരാളിന്റെ നെഞ്ചത്ത് ആഘാതമേൽപ്പിച്ചു, പരിക്കേൽപ്പിച്ചു. ഇത് കണ്ട് സദാശിവ, അതായത് കാലരൂപി ബ്രഹ്മ, ഒരു തേജോമയിയായ ലിംഗം രണ്ടുപേരുടെയും മധ്യ നിർത്തി. അപ്പോൾ അവരുടെ യുദ്ധം തീർന്നു. മുകളിൽ ഉദ്ധരിച്ച വിവരണം ഗീതാ പ്രസ്, ഗോരഖ്പുരിയിലെ ശിവപുരാണത്തിൽ നിന്ന് എടുത്തതാണ്. എന്നാൽ മൂല സംസ്കൃത രൂപത്തിൽ എഴുതിയതും മറ്റു രണ്ട് സമ്പാദകരുടെയും പ്രസാധകരുടെയും ശിവപുരാണവും ഒന്നു തന്നെയാണ്. ശരിയാണ്. ആലോചിച്ചു നോക്കൂ. ശ്രീ ശിവപുരാണം, ശ്രീ വിഷ്ണുപുരാണം, ശ്രീ ബ്രഹ്മപുരാണം, ശ്രീദേവി മഹാപുരാണത്തിലും 3 ഭഗവാന്മാരും സദാശിവനും, അതായത് കാലരൂപി ബ്രഹ്മും, ശിവപ്രകൃതി, അതായത് ദേവിയുടെയും ലീലകളാണ്. ഇതനുസരിച്ച് എല്ലാ ഋഷിശ്രേഷ്ഠരും ഗുരുജനങ്ങളും അറിവ് കേൾപ്പിച്ചിരുന്നു. ഏതെങ്കിലും പവിത്ര പുരാണത്തിൽ നിന്ന് വ്യത്യസ്തമായ അറിവാണ് പറയുന്നതെങ്കിൽ പാഠ്യക്രമത്തിന് വിരുദ്ധമായതുകൊണ്ട് അത് വ്യർത്ഥമാണ്. മുകളിൽ പറഞ്ഞ യുദ്ധത്തിന്റെ എല്ലാ വിവരണം ശിവപുരാണത്തിൽ നിന്നാണ്. അതിൽ 2 പേരും 5 വയസ്സായ കുട്ടികളെ പോലെ വഴക്കടിച്ചിരുന്നു. ഒരാൾ മറ്റൊരാളിനോട് പറഞ്ഞിരുന്നു, നീ എന്റെ മകനാണ്, നീ എന്റെ മകനാണെന്ന്, ഞാൻ നിന്റെ പിതാവാണ്. പിന്നെ ഒരാൾ മറ്റൊരാളെ ആക്രമിക്കുന്നു. ഈ സ്വഭാവം ത്രിലോകനാഥന്മാരുടെയാണ്. മുകളിൽ പറഞ്ഞ 3 പുരാണങ്ങളും, ബ്രഹ്മപുരാണം, വിഷ്ണുപുരാണം, ശിവപുരാണം, ഈ 3 പുരാണങ്ങളുടെയും ആരംഭം കാലരൂപി ബ്രഹ്മ, അതായത് ജ്യോതി നിരഞ്ജനിൽ നിന്നാകുന്നു. ബ്രഹ്മലോകത്തിൽ മഹാബ്രഹ്മ, മഹാവിഷ്ണു, മഹാശിവ എന്നിങ്ങനെ രൂപധാരണം ചെയ്ത് വസിച്ചിരുന്നു. ഒപ്പം തന്റെ ലീലകളും തുടർന്നു പോന്നു. തന്റെ യഥാർത്ഥ കാലരൂപത്തെ മറച്ചുവെച്ചിട്ട് പിന്നീട് രജോ ഗുണ ബ്രഹ്മാവ്, സദ്ഗുണ വിഷ്ണു, തമോ ഗുണ ശിവന്റെയും ലീലകളായിരുന്നു. മുകളിൽ ഉദ്ധരിച്ച അറിവനുസരിച്ച് പവിത്ര പുരാണങ്ങൾ ഏതെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 269. ശ്രീ വിഷ്ണു പുരാണം. വിവർത്തകൻ ശ്രീ മുനിലാൽ ഗുപ്ത. പ്രകാശക് ഗോവിന്ദ ഭവൻ കാര്യാലയം, ഗീതാ പ്രസ്, ഗോരഖ്പൂർ. ശ്രീ വിഷ്ണു പുരാണത്തെ പറ്റി പരാശര ഋഷി തന്റെ ശിഷ്യനായ മൈത്രേയ ഋഷിയോട് പറയുന്നു. ശ്രീ പരാശര ഋഷി വിവാഹം കഴിഞ്ഞയുടനെ വീടുപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി തപസ് ചെയ്യാൻ ദൃഢനിശ്ചയമെടുത്തു. അദ്ദേഹത്തിന്റെ പത്നി ചോദിച്ചു, ഇപ്പോൾ വിവാഹം കഴിഞ്ഞല്ലേയുള്ളൂ, ഉടനെ താങ്കൾ വീടുപേക്ഷിക്കുകയാണോ? കുട്ടികൾ ഉണ്ടായ ശേഷം തപസ് ചെയ്യാൻ വേണ്ടി പോകൂ. അപ്പോൾ പരാശര മുനി പറഞ്ഞു,
തപസ് ചെയ്തതിനു ശേഷം കുഞ്ഞുങ്ങളുണ്ടായാൽ നല്ല സംസ്കാരവും ബുദ്ധിമാന്മാരുമായ കുഞ്ഞുങ്ങളെ ലഭിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ എന്റെ ശക്തി ഏതെങ്കിലും പക്ഷി മുഖേന കൊടുത്തുവിടാം, അതായത് ബീജം ഏതെങ്കിലും പക്ഷി മുഖേന കൊടുത്തുവിടാം, അത് സ്വീകരിക്കുക. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം തപസ്സിനായി പുറപ്പെട്ടു. 1 വർഷം കഴിഞ്ഞ് തന്റെ വീര്യം, അതായത് ബീജം, ഒരു വൃക്ഷത്തിന്റെ ഇലയിൽ പൊതിന് മന്ത്രശക്തി കൊണ്ട് അണുബാധ കൂടാതെ ഒരു കാക്കയോട് പറഞ്ഞു എന്റെ ഭാര്യയുടെ അടുക്കൽ എത്തിച്ചു വരാനായി. കാക്ക അതും കൊണ്ട് പറന്നു. ഒരു നദി കടക്കണമായിരുന്നു. നദിയുടെ മുകളിൽ കൂടി പറക്കുകയായിരുന്നു. കാക്കയുടെ ചുണ്ടിൽ നിന്ന് ആ ഇല വെള്ളത്തിൽ വീണു. അത് ഒരു മത്സ്യം കഴിച്ചു, അതായത് ഭക്ഷിച്ചു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് മത്സ്യത്തെ ഒരു വള്ളക്കാരൻ പിടിച്ച് അറുത്തു. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും ഒരു പെൺകുട്ടിയെ കിട്ടി. വള്ളക്കാരൻ പെൺകുട്ടിക്ക് സത്യവതി എന്ന് പേരിട്ടു. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും കിട്ടിയതിനാൽ മത്സ്യഗന്ധി എന്നും വിളിക്കാറുണ്ട്. വള്ളക്കാരൻ കുട്ടിയെ മകളെ പോലെ വളർത്തി. കാക്ക മടങ്ങിപ്പോയി പരാശര മുനിയോട് നടന്ന സംഭവം വിവരിച്ചു. തപസ് അവസാനിച്ച് 16 വർഷങ്ങൾക്ക് ശേഷം പരാശര മുനി മടങ്ങി വരികയായിരുന്നു. നദിക്കരയിലെത്തി. നദി കടത്താനായി വള്ളക്കാരോട് പറഞ്ഞു, എത്രയും വേഗം എന്നെ നദി കടത്തിവിടൂ, എന്റെ പത്നി എന്നെയും കാത്തിരിക്കുന്നു. ആ സമയത്ത് വള്ളക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരാശര മുനിയിൽ നിന്നും ജനിച്ച 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി അച്ഛന് ഭക്ഷണവുമായി അവിടെ നിൽക്കുകയായിരുന്നു. മല്ലാഹ്, അതായത് വള്ളക്കാരന് അറിയാമായിരുന്നു തപസ് അനുഷ്ഠിച്ച മുനിമാർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ശപിക്കുമെന്ന്. വള്ളക്കാരൻ പറഞ്ഞു, മുനിശ്രേഷ്ഠ, ഞാൻ ഭക്ഷണം കഴിക്കുകയല്ലേ, പകുതി ഇട്ടിട്ട് എണീറ്റാൽ അന്നദേവനെ അപമാനിച്ചതാകും, എനിക്ക് പാപം കിട്ടും. പരാശര മുനി ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. അധികം പരവശതയോടെ നിന്ന മുനിയെ കണ്ടിട്ട് തന്റെ മകളോട് മുനിയെ നദി കടത്തിവിടാൻ പറഞ്ഞു. അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് കുട്ടി മുനിയെയും കൂട്ടി നദി കടത്തിവിടാൻ പോയി. നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ തന്റെ ബീജത്തിൽ നിന്നുണ്ടായ കുട്ടിയോട് തന്റെ മകളോട് തെറ്റ് ചെയ്യാൻ തുടങ്ങി. അച്ഛനിൽ നിന്നും മുനിമാരുടെ ശാപത്തെ കേട്ട് ഭയന്നിരുന്നു. ഭയന്ന് വിറച്ച കുട്ടി പറഞ്ഞു, മുനി, താങ്കൾ ഒരു ബ്രാഹ്മണനും ഞാനൊരു ശൂദ്ര കന്യകയുമാണ്. മുനി പറഞ്ഞു, അത് സാരമില്ല. കുട്ടി തന്റെ അഭിമാനത്തെ രക്ഷിക്കാനായി വീണ്ടും പറഞ്ഞു, എന്റെ ശരീരത്തിൽ നിന്നും മത്സ്യത്തിന്റെ ഗന്ധമുണ്ടാകും. മുനി തന്റെ തപസിദ്ധിയാൽ മത്സ്യഗന്ധം ഇല്ലാതാക്കി. വീണ്ടും കുട്ടി പറഞ്ഞു, 2 കരയിലും നിൽക്കുന്നവർ കാണും. ഋഷി ഗംഗാജലം കയ്യിലെടുത്ത് ആകാശത്തിലേക്ക് എറിഞ്ഞ് മറയുണ്ടാക്കി തന്റെ താപശക്തിയാൽ. അങ്ങനെ ഒടുവിൽ തന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു. പെൺകുട്ടി തിരിച്ചെത്തി തന്റെ വളർത്തമ്മയിൽ കൂടി വളർത്തച്ഛനോട് നടന്ന വിവരം മുഴുവൻ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, മുനി തന്റെ പേര് പരാശരൻ എന്ന് പറഞ്ഞു. കഥ കേട്ട് വസിഷ്ഠ മഹർഷിയുടെ പൗത്രൻ പറഞ്ഞു, സമയം തികഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ ഗർഭത്തിൽ നിന്നും വ്യാസ മഹർഷി ഉണ്ടായി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ദ്രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 270. ആ പരാശര മഹർഷിയാണ് വിഷ്ണു പുരാണം എഴുതിയത്. പരാശര ഋഷി പറഞ്ഞു, അല്ലയോ മൈത്രേയ, ഞാൻ പറഞ്ഞ കഥ ദക്ഷാദ്രി മുനി നർമ്മദയുടെ തീരത്ത് വെച്ച് പുരുകുദസ് രാജാവിനോട് പറഞ്ഞതാണ്. പുരുകുദസ് സാരസ്വതനോട് പറഞ്ഞു. സാരസ്വതൻ എന്നോട് പറഞ്ഞു. പരാശരൻ വിഷ്ണു പുരാണത്തിന്റെ പ്രഥമ അധ്യായം ശ്ലോക സംഖ്യ 31 പേജ് 3 പറയുന്നു, ഈ ലോകം വിഷ്ണുവിനാൽ ഉണ്ടായതാണ്. ലോകം അദ്ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹമാണ് ഇതിനെ പരിപാലിക്കുന്നത്. അധ്യായം 2 ശ്ലോകം 15-16 പേജ് 4 പറയുന്നു, അല്ലയോ ബ്രാഹ്മണ, പരബ്രഹ്മത്തിന്റെ ആദി രൂപം പുരുഷൻ, അതായത് ഭഗവാന്റെ രൂപത്തിലാണെന്ന് തോന്നും. എന്നാൽ ഭക്തന് മഹാവിഷ്ണുവിന്റെ രൂപം പ്രത്യക്ഷമാകും. അവ്യക്തമായ അദൃശ്യമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മറ്റു രൂപങ്ങളും കാലരൂപം, പരമരൂപവും കാണാം. ഭഗവാൻ വിഷ്ണു കാലരൂപത്തിൽ വ്യക്തവും അവ്യക്തവുമായ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് അദ്ദേഹത്തിന്റെ ലീലയാണ്. ഇതെല്ലാം വിവരിച്ചിരിക്കുന്നത് കുട്ടിക്കഥ പോലെയാണ്. അധ്യായം 2 ശ്ലോകം 27 പേജ് 5 പറയുന്നു, അല്ലയോ മൈത്രേയ, പ്രളയകാലത്ത് പ്രധാന പ്രകൃതിയുടെ സന്തുലിത അവസ്ഥയിൽ സ്ഥിതി ചെയ്തിരുന്നതിനാൽ, അതായത് പുരുഷൻ പ്രകൃതിയിൽ നിന്നും വേറിട്ട അവസ്ഥയിൽ ഭഗവാൻ വിഷ്ണു കാലരൂപത്തിൽ പ്രവർത്തിക്കുന്നു. അധ്യായം 2 ശ്ലോകം 28 മുതൽ 30 പേജ് 5. തദന്തർ സർഗകാലം വരുമ്പോൾ ആ പരബ്രഹ്മം, പരമാത്മാ വിശ്വരൂപം, സർവവ്യാപി, സർവഭൂതേശ്വർ, സർവാത്മാ പരമേശ്വർ തന്റെ ആഗ്രഹത്താൽ വികാരി പ്രധാനിലും അവികാരി പുരുഷനിലും പ്രവിഷ്ടനായി ക്ഷോഭിക്കുന്നു. 2829 അതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാലും ഗന്ധം തന്റെ സാന്നിധ്യം കൊണ്ട് മനസ്സിനെ പ്രേരിപ്പിക്കുന്നു. പ്രത്യേകത ശ്ലോക സംഖ്യ 28 മുതൽ 30 വരെയുള്ളതിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. എന്തെന്നാൽ പ്രകൃതി ദുർഗ ബ്രഹ്മിൽ, അതായത് കാലപ്രഭുവിൽ നിന്നും വേറിട്ട് ഒരു പരമേശ്വരൻ ഉണ്ട്. അതാണ് ഇവരെ കൊണ്ട് പുനഃസൃഷ്ടി നടത്താൻ പ്രേരിപ്പിക്കുന്നത്.
അധ്യായം 2 പേജ് 8 ശ്ലോകം 66 എഴുതിയിട്ടുണ്ട്, അദ്ദേഹമാണ് ഭഗവാൻ വിഷ്ണു സൃഷ്ടാവായി തന്റേതായ സൃഷ്ടികൾ ചെയ്യുന്നു. ശ്ലോകം 70 പറയുന്നു, ഭഗവാൻ വിഷ്ണുവാണ് ബ്രഹ്മാവ് മുതലായവരിൽ കൂടി സൃഷ്ടികൾ ചെയ്യുന്നത്. അദ്ദേഹം തന്നെ സൃഷ്ടി നടത്തുകയും മരിക്കുകയും ചെയ്യുന്നു. അധ്യായം 4 ശ്ലോകം 4 പേജ് 11 എഴുതിയിരിക്കുന്നു, വേറെ ഒരു പരമേശ്വരുണ്ട്, അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഈശ്വരനാണ്. അധ്യായം 4 ശ്ലോകം 14, 15, 17, 22 പേജ് 11, 12 പറയുന്നു, പൃഥ്വി പറഞ്ഞു, അതായത് ഭൂമി പറഞ്ഞു, അല്ലയോ കാലസ്വരൂപ, താങ്കൾക്ക് നമസ്കാരം. ഹേ പ്രഭോ, താങ്കൾ തന്നെ ലോകത്തിന്റെ സൃഷ്ടി മുതലായവയ്ക്ക് വേണ്ടി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ രൂപം ധരിച്ചത്. താങ്കൾ ഏത് അവതാര രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുവോ അതിനെ ദേവഗണങ്ങൾ പൂജിക്കുന്നു. താങ്കൾ തന്നെയാണ് ഓംകാരം. അധ്യായം 4 ശ്ലോകം 50 പേജ് 14 പറയുന്നു, പിന്നീട് ഈ ഭഗവാൻ ഹരി രജോഗുണയുക്തനായി നാൻമുഖനായ ബ്രഹ്മാവിന്റെ രൂപം ധരിച്ച് സൃഷ്ടി നടത്തി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽ ജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 271. മുകളിൽ ഉദ്ധരിച്ചതിൽ നിന്നും തെളിയുന്നത് ഋഷി പരാശരനിൽ നിന്നും കേട്ടറിഞ്ഞ അറിവ് ലോകകഥയുടെ ആധാരത്തിൽ ശ്രീ വിഷ്ണു പുരാണം രചിച്ചു എന്നതാണ്. എന്തെന്നാൽ വാസ്തവികമായ അറിവ് പരമാത്മാവ് ഒന്നാമത്തെ സത്യുഗ കാലത്ത് സ്വയം പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവിന് നൽകിയിരുന്നു. ബ്രഹ്മാവ് അതിൽ കുറച്ച് ജ്ഞാനവും സ്വനിർമ്മിതവും കാൽപ്പനികവും പൊടിപ്പും തൊങ്ങലും ചാർത്തി തന്റെ വംശത്തിന് നൽകി. ഒരാളിൽ നിന്ന് മറ്റൊരാൾ കേട്ട് ലോകകഥ പരാശര മുനിയിലും എത്തി. ശ്രീ പരാശര മുനി വിഷ്ണുവിനെ കാലനെന്നും പരബ്രഹ്മമെന്നും പറയുന്നു. മുകളിൽ പറഞ്ഞ വിവരമനുസരിച്ച് വ്യക്തമാകുന്നത് വിഷ്ണു, അതായത് ബ്രഹ്മസ്വരൂപനായ കാലൻ തന്റെ ഉൽപ്പത്തി ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര രൂപത്തിൽ സൃഷ്ടി നടന്നു എന്നാണ്. ബ്രഹ്മ തന്നെ ബ്രഹ്മലോകത്തിൽ 3 രൂപത്തിലും പ്രകടമായി വസിക്കുന്നു. അവിടെ സ്വയം ഭരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ അറിയുന്നതിനായി വായിച്ചു നോക്കാം. പ്രളയത്തിനെ കുറിച്ചുള്ള അറിവ് പുസ്തകം ഗഹരി നാസർ ഗീതയിൽ അധ്യായം 8 ശ്ലോകം 17 വ്യാഖ്യാനം. ആ ബ്രഹ്മലോകത്തിൽ 3 സ്ഥാനങ്ങളുണ്ട്. ഒന്ന് രജോഗുണ പ്രധാനവും, അതിൽ ഈ കാലരൂപി ബ്രഹ്മാവിന്റെ രൂപത്തിൽ വസിക്കുന്നു. ഒപ്പം തന്റെ പത്നി ദുർഗയുമുണ്ട്. ഒരു രജോഗുണമുള്ള പുത്രനെയും ജനിപ്പിക്കുന്നു. അതിന് ബ്രഹ്മാവെന്ന് നാമകരണം ചെയ്യുന്നു. അതിൽ നിന്നും ഒരു ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടി ആരംഭിക്കുന്നു. ഇങ്ങനെ ആ ബ്രഹ്മലോകം ഒരു സദ്ഗുണ പ്രധാന സ്ഥാനമുണ്ടാക്കി സ്വയം തന്റെ രൂപത്തെ വിഷ്ണു രൂപമാക്കി അതിൽ വസിക്കുന്നു. അതിൽ തന്റെ പത്നി ദുർഗ, അതായത് പ്രകൃതിയെ പത്നി രൂപത്തിൽ വെച്ചിട്ട് സദ്ഗുണവാനായ ഒരു മകന് ജന്മം നൽകി. അതിന് വിഷ്ണു എന്ന് നാമകരണം ചെയ്യുന്നു. പുത്രനെ കൊണ്ട് ബ്രഹ്മാണ്ടത്തിൽ 3 ലോകത്തിലെ ഭൂമി, പാതാളം, സ്വർഗം കാര്യങ്ങൾ നടത്തിക്കുന്നു. തെളിവ് ശിവപുരാണം, ഗീതാ പ്രസ് ഗോരഖ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച വിവർത്തനം, ഹനുമാൻ പ്രസാദ് പൗധാർ, ലാൽ ഗോസ്വാമി രുദ്ര സംഹിത അധ്യായം 6, 7 പേജ് 102, 103. ബ്രഹ്മലോകത്ത് തന്നെ 3ാമതായൊരു സ്ഥാനം തമോ ഗുണ പ്രധാനമായും ഉണ്ടാക്കുന്നു. അതിൽ സ്വയം ശിവരൂപം ധരിച്ച് വസിക്കുന്നു. തന്റെ പത്നി ദുർഗ പ്രകൃതിയോടൊപ്പം വസിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് 3ാമതായി തമോ ഗുണമുള്ള ഒരു മകന് ജന്മം നൽകുന്നു. അതിനെ ശങ്കർ, അതായത് ശിവ എന്ന് നാമകരണം ചെയ്യുന്നു. ഈ മകനെ കൊണ്ട് 3 ലോകത്തിലെയും പ്രാണികളെ സംഹരിക്കുന്നു. വിഷ്ണു പുരാണത്തിൽ അധ്യായം 4 വരെ നൽകുന്ന അറിവ് ജ്ഞാനം കാലരൂപനായ അതായത് ജ്യോതി നിരഞ്ജന്റേതാണ്. അധ്യായം 5 മുതലുള്ള അറിവ് അനുസരിച്ച് കാലന്റെ പുത്രൻ സദ്ഗുണ വിഷ്ണുവിന്റെ ലീലകളാണ്. അതിന്റെ അവതാരമാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും എന്നിവരെ കുറിച്ചുള്ള അറിവ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽ ജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 272. പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ് ശ്രീ വിഷ്ണു പുരാണ രചയിതാവ് ശ്രീ പരാശര മുനിയാണ്. ഈ അറിവ് ദക്ഷാദ്രി ഋഷിയിൽ നിന്നും പുരുകുൽസനിൽ നിന്ന് സാരസ്വത മുനി, പിന്നെ സാരസ്വതനിൽ നിന്ന് പരാശര മുനിയും കേട്ടതാണ്. ആ അറിവാണ് വിഷ്ണു പുരാണത്തിൽ തന്റെ സ്വന്തം കൈകളാൽ എഴുതപ്പെട്ടത്. ഇതിൽ ഒരു ബ്രഹ്മാണ്ടത്തെക്കുറിച്ചുള്ള അറിവ് അപൂർണമാണ്. ശ്രീദേവി പുരാണം, ശ്രീ ശിവപുരാണം എന്നീ പുരാണങ്ങളെക്കുറിച്ചുള്ള അറിവും ബ്രഹ്മാവിൽ നിന്നും കിട്ടിയതാണ്. പരാശര മുനിയുടെ അറിവ് ബ്രഹ്മജ്ഞാനത്തിന് തുല്യമല്ല. അതുകൊണ്ട് വിഷ്ണു പുരാണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ദേവി പുരാണവും ശിവപുരാണവും കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തെന്നാൽ ഈ അറിവ് ദക്ഷാദ്രി മുനിക്ക് അദ്ദേഹത്തിന്റെ പിതാവായ ബ്രഹ്മാവിൽ നിന്നും കിട്ടിയതാണ്. ദേവി പുരാണവും ശിവപുരാണവും മനസ്സിലാക്കാൻ ശ്രീമദ് ഭഗവത്ഗീതയും 4 വേദങ്ങളും അറിഞ്ഞിരിക്കണം. എന്തെന്നാൽ ഈ അറിവ് ഭഗവാൻ കാലരൂപി നൽകിയതാണ്. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരുടെ പിതാവായ കാലരൂപി ഗീതയുടെയും 4 വേദങ്ങളുടെയും അറിവിനായി സൂക്ഷ്മവേദം, അതായത് സൂക്ഷ്മവേദം അറിഞ്ഞിരിക്കണം.
അതിനാലാണ് കാലരൂപി ബ്രഹ്മിന്റെ ഉൽപ്പത്തിയെ പറ്റി പറയുന്നത്. അതായത് പിതാവ് പരമ അക്ഷരബ്രം കവിർദേവ് നൽകിയതാണ്. അത് കവിർ ഗീർബി കവിർവാണിയിൽ കൂടി സ്വയം സത്പുരുഷനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്. ഋഗ്വേദ മണ്ഡലം 9 സൂക്തം 96 മന്ത്രം 16 മുതൽ 20 വരെ തെളിവായിട്ടെടുക്കാം. ശ്രീ ബ്രഹ്മപുരാണം. ബ്രഹ്മപുരാണം ലോമ മഹർഷി ഋഷിയുടേതാണ്. അദ്ദേഹം വ്യാസ മഹർഷിയുടെ ശിഷ്യനാണ്. ലോമ മഹർഷിയെ സൂതൻ എന്നും വിളിക്കുന്നു. ലോമ മഹർഷി പറയുന്നു, ഈ അറിവ് ആദ്യം ബ്രഹ്മാവ് ദക്ഷാദികളായ ശ്രേഷ്ഠ മുനിമാർക്ക് നൽകി. അതാണ് ഞാൻ പറയുന്നത്. ഈ പുരാണത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള വർണ്ണന എന്ന അധ്യായത്തിൽ പേജ് 277 മുതൽ 279 വരെ പറയുന്നു, വിഷ്ണുവാണ് സർവ്വലോകങ്ങളുടെയും ആധാരം. അദ്ദേഹമാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരുടെയും ആധാരം. അദ്ദേഹമാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരുടെ രൂപത്തിൽ ജഗത് സൃഷ്ടിയും പരിപാലനവും സംഹരണവും ചെയ്യുന്നത്. അങ്ങനെയുള്ളതായ ഭഗവാൻ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഏതൊന്നാണോ നിത്യസത് സദ്രൂപത്തിലും കാരണഭൂതവും അവ്യക്തവുമായ പ്രകൃതിയാകുന്നുവോ അതാണ് പ്രധാനം. അതിൽ നിന്ന് പുരുഷൻ ഈ ലോകത്തെ സൃഷ്ടിച്ചു. അമിതമായി തേജസ്സുള്ളതാണ് ബ്രഹ്മാവാണ് പുരുഷൻ. അദ്ദേഹമാണ് എല്ലാ പ്രാണികളുടെയും ജീവജാലങ്ങളുടെയും സൃഷ്ടാവും ഭഗവാൻ നാരായണന്റെ ആശ്രിതനുമാണ്. സ്വയംഭൂവായ ഭഗവാൻ നാരായണൻ ജലത്തെ സൃഷ്ടിച്ചു. നാരായണനിൽ നിന്നും ഉത്ഭവിച്ചതുകൊണ്ട് ജലത്തെ നീർ എന്ന് വിളിക്കുന്നു. ഭഗവാൻ ആദ്യം ജലത്തിൽ വിശ്രമിച്ചു. അതുകൊണ്ട് ഭഗവാനെ നാരായണൻ എന്ന് വിളിക്കുന്നു. ഭഗവാൻ തന്റെ ശക്തി ജലത്തിന് നൽകി. അതിൽ നിന്നും ഒരു അണ്ഡമുണ്ടായി. അതിൽ നിന്നും സ്വയംഭൂവായ ബ്രഹ്മാവുണ്ടായി എന്നാണ് അറിയുന്നത്, കേൾക്കുന്നത്. 1 വർഷത്തോളം അണ്ഡത്തിൽ വസിച്ച ബ്രഹ്മാവ് അതിനെ 2 കഷ്ണങ്ങളാക്കി ഒന്നിൽ നിന്ന് ധൂലോകവും മറ്റേതിൽ നിന്ന് ഭൂലോകവും ഉണ്ടായി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 273. അതിനുശേഷം കോപാകുലനായ ബ്രഹ്മാവിൽ നിന്ന് രുദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ഈ വിവരം ലോമ മഹർഷി പറഞ്ഞതാണ്. പറഞ്ഞു കേട്ട കഥ ലോകകഥ പൂർണ്ണമല്ല. എന്തെന്നാൽ വക്താവ് പറയുന്നത് കേൾക്കുന്നു. അതുകൊണ്ട് പൂർണ്ണ അറിവിനായി ശ്രീദേവി പുരാണം, ശിവപുരാണം, ശ്രീമദ് ഭഗവത്ഗീത, 4 വേദങ്ങൾ, പൂർണ്ണ പരമാത്മാവിൽ നിന്നും കിട്ടിയ തത്വജ്ഞാനം, സ്വസമവേദം അതായത് കവിർവാണി, കബീർവാണി അവ അറിയേണ്ടതുണ്ട്. അതിനായി ഗഹരി നസർ ഗീത, പരമേശ്വരന്റെ സാരസന്ദേശം, വിവർത്തനം, യഥാർത്ഥ ജ്ഞാനപ്രകാശം എന്നിവ വായിക്കുക. വാസ്തവികമായ അറിവ് കലിയുഗത്തിൽ പ്രത്യക്ഷപ്പെട്ട് കബീർദേവ്, കബീർ പരമേശ്വരൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ശ്രീ ധർമ്മദാസ് സാഹബിന് ബാന്ധവഖണ്ഡിലുള്ള വീണ്ടും ശരിയായി പറഞ്ഞുകൊടുത്തു. ഈ പുസ്തകത്തിൽ സൃഷ്ടി രചനയിൽ വർണ്ണിച്ചിട്ടുണ്ട്, വായിച്ചു നോക്കാം. ശ്രീ പരാശർ മുനി കാലബ്രഹ്മിനെ പരബ്രം എന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ ബ്രഹ്മിനെ ശ്രീ വിഷ്ണു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അനാദി എന്നും അതായത് അവിനാശി എന്നും പറയുന്നു. ഈ ബ്രഹ്മായ കാലപുരുഷന് ജനന മരണം ഉണ്ടാകുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് ഋഷിയുടെ ബാലബുദ്ധിയായി കണക്കാക്കാം. ആലോചിക്കാം. വിഷ്ണു പുരാണത്തെ പറ്റി ഒരു മുനി പറഞ്ഞും കേട്ടും പറഞ്ഞും അതായത് കേട്ടുകേൾവി അനുസരിച്ച് ബ്രഹ്മപുരാണത്തെ കുറിച്ച് ലോമഹർഷണ മുനി ദക്ഷാദി മുനിയിൽ നിന്നും കേട്ടിരുന്നത് എഴുതി. അതുകൊണ്ട് മുകളിൽ ഉദ്ധരിച്ച രണ്ടും വിഷ്ണു പുരാണവും ബ്രഹ്മപുരാണവും മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രീദേവി പുരാണവും ശ്രീ ശിവപുരാണവും വായിക്കേണ്ടിയിരിക്കുന്നു. അത് ബ്രഹ്മാവ് തന്നെ തന്റെ മകനായ നാരദനോട് പറഞ്ഞതാണ്. ശ്രീ വ്യാസമുനി അത് നാരദനിൽ നിന്നും കേട്ട് എഴുതിയതാണ്. മറ്റു പുരാണങ്ങളെ സംബന്ധിക്കുന്ന അറിവ് ബ്രഹ്മാവിന്റെ അറിവിനെ പോലെയല്ല. ആയതിനാൽ മറ്റു പുരാണങ്ങൾ മനസ്സിലാക്കാൻ ദേവി പുരാണവും ശിവപുരാണവും കൂടി വായിച്ചിരിക്കണം. എന്തെന്നാൽ ഇത് ദക്ഷാദി ഋഷിയുടെ പിതാവ് ബ്രഹ്മാവ് നൽകിയ അറിവാണ്. ദേവി പുരാണവും ശിവപുരാണവും മനസ്സിലാക്കുന്നതിനായി ശ്രീമദ് ഭഗവത്ഗീതയും 4 വേദങ്ങളും അറിഞ്ഞിരിക്കണം. എന്തെന്നാൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് ഭഗവാൻ കാലരൂപി ബ്രഹ്മിന്റെ രൂപത്തിൽ നൽകിയത്. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരുടെ ഉൽപ്പത്തി കർത്താവായ അതായത് പിതാവാകുന്നു. വേദവും ശ്രീമദ് ഭഗവത്ഗീതയും അറിയുന്നതിനായി സ്വസമവേദം അതായത് സൂക്ഷ്മവേദവും അറിഞ്ഞിരിക്കണം. അത് കാലരൂപിയായ ബ്രഹ്മിന്റെ ഉൽപ്പത്തി കർത്താവായ പിതാവായ പരമ അക്ഷരബ്രം അതായത് കവിർദേവ് നൽകിയതാണ്. കവിർ ഗീർബി കവിർവാണിയിൽ കൂടി സ്വയം സത്പുരുഷൻ പ്രകടമായി പറഞ്ഞതാണ്. ഋഗ്വേദ മണ്ഡൽ സൂക്തം 96 മന്ത്രം 16 മുതൽ 20 വരെയുള്ളത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കാലൻ അതായത് ബ്രഹ്ം തന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. അത് സത്യമാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 274.
ഗീത അധ്യായം 15 ശ്ലോകം 18 പറയുന്നു, ഞാൻ കാലരൂപി ബ്രം തന്റെ 21 ബ്രഹ്മാണ്ടങ്ങളിലും എത്രമാത്രം പ്രാണികളുണ്ടോ അവയിൽ ശ്രേഷ്ഠനാകുന്നു. അവയെല്ലാം തന്നെ സ്ഥൂല ശരീരധാരികളും നാശമുള്ളതുമാണ്. ആത്മാവ് അവിനാശിയും. അതുകൊണ്ട് ലോകകഥ കേട്ടുകേൾവി ആധാരമാക്കി എന്നെ പുരുഷോത്തമനായി കണക്കാക്കുന്നു. വാസ്തവത്തിൽ പുരുഷോത്തമൻ എന്നിൽ നിന്നും ക്ഷരപുരുഷ അതായത് കാലനിൽ നിന്നും അക്ഷരപുരുഷനിൽ പരബ്രഹ്മിൽ നിന്നും വേറിട്ടതാകുന്നു. വാസ്തവത്തിൽ അതാണ് പരമാത്മാവ് അതായത് ഭഗവാൻ. 3 ലോകങ്ങളിലും പ്രവേശിച്ച് എല്ലാവരെയും പരിപോഷിച്ച് പരിപാലനം ചെയ്യുന്നു. അതാണ് വാസ്തവത്തിൽ അവിനാശിയായ പരമേശ്വരൻ. ഗീത അധ്യായം 15 ശ്ലോകം 16-17. ഗീതോപദേഷ്ടാവ് ബ്രം പറയുന്നു, അല്ലയോ അർജുന, നീയും ഞാനും കുറെ ജന്മങ്ങൾ കഴിഞ്ഞതാണ്, പല ജന്മങ്ങൾ കഴിഞ്ഞതാണ്. നീ അറിയുന്നില്ല, ഞാൻ അറിയുന്നു. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 5, അധ്യായം 2 ശ്ലോകം 12. ഉദാഹരണവും അധ്യായം 7 ശ്ലോകം 18 എന്നെ പൂജിക്കുന്നത് അനുത്തമം അതായത് ശ്രേഷ്ഠമല്ലെന്നും പറയുന്നു. അതുകൊണ്ട് അധ്യായം 18 ശ്ലോകം 62 പറയുന്നു, അല്ലയോ അർജുന, എല്ലാ ഭാവങ്ങളോടും കൂടി ആ പരമേശ്വരനെ ശരണം പ്രാപിക്കൂ. അദ്ദേഹത്തിന്റെ കൃപ നിനക്ക് പരമശാന്തി ലഭിക്കും. ഒരിക്കലും നഷ്ടമാകാത്ത സത്ലോക പ്രാപ്തി ഉണ്ടാകും. ഗീത അധ്യായം 15 ശ്ലോകം 4 പറയുന്നു, എപ്പോഴാണോ നീ തത്വദർശിയെ കണ്ടെത്തുന്നുവോ. ഗീത അധ്യായം 4 ശ്ലോകം 34 അധ്യായം 15 ശ്ലോകം 1 വർണ്ണിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ പരമപദ പരമേശ്വരനെ അന്വേഷിക്കണം. അതിലേക്ക് പുറപ്പെടുന്ന ഭക്തൻ പിന്നെ ലൗകിക ലോകത്തിലേക്ക് മടങ്ങി വരില്ല, അതായത് പൂർണ്ണ മോക്ഷം ലഭിക്കുന്നു. ഏതൊരു പരമേശ്വരനിൽ തന്നെയാണ് എല്ലാവരെയും പരിപോഷിപ്പിക്കുന്നത്. ഞാൻ അതായത് ഗീതാജ്ഞാനദാതാവായ ബ്രഹ്മരൂപി കാലൻ കൂടി ആ ആദിപുരുഷ പരമേശ്വരന്റെ അഭയത്തിലാണ്. പൂർണ്ണമായ വിശ്വാസത്തോടെ അദ്ദേഹത്തെ പൂജ ചെയ്യേണ്ടതാണ്.